നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സമയത്തിന് വേണ്ടി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അടിയങ്ങൾ ചുരുക്കം പേരാണെങ്കിലും ഒരുമിച്ച് കൂടി ഇതിനെ അടിയങ്ങൾക്ക് ആലയത്തിൽ കിടക്കാനുള്ള അനുവാദമില്ലെങ്കിലും ഈ പൊതുസ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്നതിന് അവസരത്തെ തന്ന കൃപയോർക്ക് സ്തോത്രം ചെയ്യും. ഇതമ്മേ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. അടിയങ്ങൾക്ക് ഒരാലയം വേണം. ഇടിച്ചു കളഞ്ഞ സ്ഥലത്ത്, ഒരു ദേവാലയം ഇടിച്ചു കളഞ്ഞ സ്ഥലത്ത്, നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ ഒരു പുതിയൊരു ദേവാലയം അടിയങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടുന്ന കൃപ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് അനുവാദം തരേണ്ടുന്ന വ്യക്തികളുടെ മനസ്സിൽ ദൈവമേ അങ്ങ് പ്രവർത്തിക്കണം. അടിയങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിച്ച് ദൈവം വലിയൊരു സമൂഹത്തിന് വേണ്ടി, അടുത്ത് വരുന്ന വലിയൊരു തലമുറയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന വലിയൊരു ആലയമാക്കി തീർക്കുന്നതിന് ദൈവമേ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിക്കണമേ. ഇന്നത്തെ ആരാധനയെ അനുഗ്രഹിച്ചേരണമേ. ദൈവമേ അടിയങ്ങൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കൃപയും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവവചനം ഘോഷിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ. അടിയൻ ബലഹീനനാണ്, ദൈവമേ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പലരുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കൃപകൾ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ തുടർന്നുള്ള ആരാധനയിൽ അങ്ങയുടെ കൃപ പകരണമേ. ഈ ആഴ്ചയിലും അധികം നന്മകളാൽ നിറയ്ക്കണം പരമപിതാവേ. ആമേൻ. ദൈവനാമത്തിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് ഒന്നാമത്തെ പാട്ട് പാടാം. ആരാധനയ്ക്കുള്ള പാട്ട് പുസ്തകത്തിൽ ഒന്നാമത്തെ പാട്ട് പാടി നമുക്ക് ആരാധന ആരംഭിക്കാം. നിന്മഹത്വം തിങ്ങും താദാസുദാത്മാ ഭാഗ്യത്രത്വമേ. സർവശക്ത ദൈവം ആയ യഹോവേ, നീ വിശുദ്ധൻ, നീ പരിശുദ്ധൻ, നിർമ്മലൻ, ഇരുന്നവൻ നീ ആയിരിക്കുന്നോനെ, നീ വരുന്നോൻ താൻ നിത്യദൈവമേ. ഹല്ലേലൂയ ആമേൻ. ദൈവപിതാവേ ഹല്ലേലൂയ. യേശുവേ ദൈവജാതനേ ഹല്ലേലൂയ ആമേൻ. ദൈവശുദ്ധാത്മാവേ സ്തോത്രം സദാ ഏകദൈവമേ. നമുക്ക് മൂന്നാം ആരാധന ക്രമത്തിൽ മൂന്നാം പുറത്തിൽ കാണുന്ന സ്തുതി ലിത്താനികൾ ഒരുമിച്ച് ചൊല്ലാം. ആരാധനക്രമം മൂന്നാം പുറത്തിൽ കാണുന്ന സ്തുതി ലിത്താനികൾ. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ജനവും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കിലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. ദൈവത്തിന്റെ നന്മയാൽ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നോങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവിടത്തോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആറാം പുറത്തിൽ കാണുന്ന പാപ ഏറ്റുപറച്ചിൽ. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലും ഉണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമെന്തുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമം അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപം ഏറ്റുപറയുക. 9-ാം പുറത്തിൽ കാണുന്ന അനുതാപ പ്രാർത്ഥന നമുക്കൊരുമിച്ച് ചൊല്ലാം. 9-ാം പുറത്ത് കാണുന്ന അനുതാപ പ്രാർത്ഥന. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയത്തിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാൽ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോട് അങ്ങലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങേ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം യാചിക്കുന്നു. ആമേൻ. നമുക്ക് 409-ാമത്തെ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. 409-ാമത്തെ പാട്ട്. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദകൃപാ പേരും നദിയേ, അനുദിനം നിൻ പദം ഗതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, അടിയാനു നിൻ കൃപമതിയേ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ നീ എന്നഭയം, വല്ലഭൻ നീ എന്നഭയം. വന്നിടുമോ പിന്നെ ഭയം, വന്നിടുമോ പിന്നെ ഭയം. തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും, തള്ളിടുമോ ഏഴയനെ, തള്ളിടുമോ ഏഴയനെ. തീരുമോ നിൻ സ്നേഹമെന്നിൽ, തീരുമോ നിൻ സ്നേഹമെന്നിൽ. തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല. മക്കളെങ്കിൽ ശാസനകൾ, മക്കളെങ്കിൽ ശാസനകൾ. സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. പാരിടമാം പാഴ്മണലിൽ പാഴ
തേടും ഞാൻ നിൻ തണലിൽ. മരണദിനം വരുമളവിൽ, മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ. മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപ പെരും നദിയേ. ഈ സമയത്ത് സങ്കീർത്തനങ്ങൾ വായിക്കും. തുടർന്ന് വായനാ ഭാഗം കൂടെ ആയിരിക്കും. സങ്കീർത്തനങ്ങൾ 97. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. തീ അവന് മുൻപായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി കണ്ടു വിറയ്ക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ, സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു, സകല ജാതികളും അവൻ്റെ മഹത്വത്തെ കാണുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിക്കും. സിയോൻ കേട്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദപുത്രന്മാർ ഘോഷിച്ചാനന്ദിക്കുന്നു. യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ നിൽക്കും. അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കുന്നു. നീതിമാനും പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിക്കും, അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും മാത്രം പാട്ടെ. പഴയ നിയമ വേദഭാഗം 18:1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 18:1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ അവരെ മമ്രയുടെ വീട്ടിലേക്ക് പ്രത്യക്ഷനായി. വേലൊരുക്കപ്പോൾ അവർ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ കണ്ണുനീര് നീക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവർ കൂടാരവാതിലിൽ നിന്ന് അവരെ എതിരേക്കാൻ ഓടിച്ചെന്നു. ഇവൻ വരെ തിരിഞ്ഞു, സൂര്യകാലത്ത് നിങ്ങൾ പൊതുണ്ടെങ്കിൽ അതിനെ കടന്നു വരുമ്പോൾ അച്ചാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. ഞാൻ ഒരു അപ്പം കൊണ്ടുവരാം, അടുപ്പത്തടച്ചിട്ട് നിങ്ങളുടെ കൂടാം. ഞാൻ ചെല്ലു, നിങ്ങൾ അതിൻ്റെ അടുത്ത് പേരൊക്കെ കൊടുക്കാം. ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ഉണ്ടാവും. അപ്പമാർ നോക്കപ്പെട്ടു കൂടാരത്തിൽ താഴെ കടത്തിട്ടുണ്ട്. ഈ ക്ഷണത്തിൽ ദൂതകളെ നാവെടുത്ത് കേട്ടു. അപ്പമാർ അതിലേക്ക് ചോദിച്ചത് ഇവരും ചെറുതുമായ കാൽക്കത്തെ പിടിച്ച് ഒരു കാടുകാട്ടെ കടന്നു കൊടുത്തു. അവൻ അതിന് ചേർന്ന് കാര്യം ചെയ്തു. കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ വച്ചു. അവരുടെ അടുക്കൽ ോഷിക്കും കീഴിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവരോട് നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചു. കൂടാരത്തിൽ ഉണ്ട് എന്ന് അവർ പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകുമെന്ന് അവർ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് തന്നെ വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായ്ക്ക് നിന്ന് പോയിരുന്നു. ആദ്യം സാറ ഉള്ളുകൊണ്ട് തിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് ഇതുപോലുണ്ടായിരുന്നു. എന്റെ ഭർത്താവ് വൃദ്ധരായിരിക്കുമെന്ന് പറഞ്ഞു. യഹോവ അവനോട് വൃദ്ധനായ വൃദ്ധയായ ഞാൻ ഉദ്ദേശിക്കുന്നത് വാക്കുകളോ എന്ന് പറഞ്ഞു. സാറ തിരിച്ചതെന്ന് യഹോവയെ കഴിയുന്ന ആരുമുണ്ട്. ഒരാണ്ട് കഴിഞ്ഞപ്പോൾ ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് മടങ്ങി വരും. സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് ഉദ്ദേശിച്ചു. സാറ പ്രവർത്തിച്ചു. അങ്ങനെയല്ല നിശ്ചയിച്ചു എന്ന് അവൻ അറിയിച്ചിരിക്കുന്നു.
താഴ്ത്തി പിടിക്കാൻ നിങ്ങൾ രോഗാത്തവർ അല്ല എന്നുവരികയും നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയിക്കുക. ഞങ്ങൾ രോഗാത്തവർ അല്ല എന്ന് അറിയുമെന്ന് ഞാൻ ചെയ്യുന്നു. നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളാവുന്നവരായി കുറഞ്ഞതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാൽ നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ. സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും കഴിവില്ലല്ലോ. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ സ്ഥാനത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല, പണിവാനത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കേണ്ടതിന് ദൂരത്തിൽ നിന്ന് ഇതെഴുതുന്നു. വീഴ്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിക്കും, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിക്കും. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യും. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആഴ്ചയുടെ ദൈവജനങ്ങളാൽ ദൈവം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വായനയ്ക്കുള്ള സുവിശേഷമുള്ള ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് 1-ാം അധ്യായം 1 മുതൽ 9 വരെ ഉള്ള വാക്യങ്ങൾ. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു. അവൻ നിൻ്റെ വഴി ഒരുക്കും. കർത്താവിന് വഴി ഒരുക്കുവിൻ, അവൻ്റെ പാപ നിരപ്പാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിലുള്ള മാനസാന്തര സ്നാനം പ്രസംഗിക്കുന്നുണ്ട്. അവൻ്റെ അടുക്കൽ യഹൂദ ദേശമൊക്കെയും യെരുശലേമിൽ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞു. യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു. യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരിയിൽ തോൽവാറും ധരിച്ച് വെട്ടുകിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് തുനിഞ്ഞരിക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. ആ കാലത്ത് യേശു ഗലീലയിലെ നസറത്തിൽ വന്ന് യോഹന്നാൻ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ഈ ഭാഗങ്ങളാൽ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാം. ഈ സമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാകാം. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥ. ദൈവമേ, വിശുദ്ധ ദിവസത്തിൽ കർത്താവെ പരിശുദ്ധ ആരാധന വീണ്ടും ഒഴിഞ്ഞു ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥ. കർത്താവെ, ഒരു ജനമായി ഞങ്ങളൊരു കൂട്ടമായി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആരാധിച്ചിരുന്ന ദൈവാലയം നേതൃത്വത്തിൻ്റെ ഉപായരൂപേണയുള്ള സൂത്രത്തിൽ അത് നശിപ്പിക്കുകയും ഞങ്ങളെ ദൈവാലയം ഇല്ലാത്തവരാക്കി തീർക്കുകയും ചെയ്തു. കർത്താവെ, എന്നിട്ട് ദൈവമേ, ഞങ്ങളുടെ ഒരു അഭിഷേകത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് താൽക്കാലികമായ ഒരു ദൈവാലയം അനുവദിക്കുകയും അവിടെ ഞങ്ങൾ സന്തോഷത്തോടെ അനേകം പേരോട് കർത്താവെ ലൈവിലൂടെ ആയിരങ്ങളോട് സുവിശേഷം പ്രഘോഷിച്ചു. ഞങ്ങളുടെ ദൗത്യം നന്നായി ചെയ്തുകൊണ്ടിരുന്നു. കർത്താവെ, വീണ്ടും വന്ന സഭാ നേതൃത്വം ഒരു മനസ്സകവുമില്ലാതെ അവിടെ നിന്ന് ഞങ്ങളെ ഇറക്കി വിടുകയും ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലാവാൻ കാരണമായി തീരുകയും ചെയ്തു. കർത്താവെ, നേതൃത്വത്തിൻ്റെ മനസ്സറിയുവാൻ അവിടെ കൃപ ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. ഈ പകൽക്കാലം കർത്താവെ, ഞങ്ങൾ ഈ അവസ്ഥയിലും ദുഃഖത്തോടെയോ ഭാരത്തോടെയോ അല്ല, സന്തോഷത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു. കാരണം ഇതിനേക്കാളും വളരെ മോശമായ അനുഭവത്തിൽ കൂടിയാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നത്. പ്രാർത്ഥനയുടെ ഫലമായി, ത്യാഗപൂർണമായ വിശ്വാസത്തിൻ്റെ ഫലമായാണ് ഈ പ്രസ്ഥാനം ഉയർന്നു വന്നത്.
ആത്മീയമായി ഭൗതികമായി വളർന്ന ഈ പ്രസ്ഥാനത്തിൽ ഒരു ദേവാലയം ഇല്ലാതെ ഞങ്ങൾ വളരെയേറെ കർത്താവെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നു. ഞങ്ങൾ നശിപ്പിക്കപ്പെട്ട അതേ സ്ഥലത്ത് ഞങ്ങൾക്ക് ദേവാലയം നൽകി ശാശ്വതമായ ഒരു പരിഹാരം നൽകണമെന്ന് ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നുണ്ട്. കർത്താവെ നേതൃത്വത്തോട് അവിടെ ഇടപെടണമേ. മനസ്സിലുള്ള ഒരു നേതൃത്വമായി തീരുന്നു. കർത്താവെ ഞങ്ങളുടെ കാണിച്ച വ്യക്തികളൊന്നും ഞങ്ങൾ ഓർക്കുന്നില്ല. ഞങ്ങൾ ആരെയും പകരം പറയുവാനോ ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഇല്ല. കർത്താവെ അങ്ങയുടെ സമാധാനം ഞങ്ങൾ അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ പ്രഭാവത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയണം. ജീവിക്കുന്ന എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ദൈവം അങ്ങനെ തന്നെ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട ജനങ്ങളെ അവിടെ അനുഗ്രഹിക്കണം. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവിടെ നിലപെടണമെയാണ്. അവരുടെ ആവശ്യങ്ങളിൽ അവിടെ നിലപെടണമെയാണ്. ദൈവമേ, ദേവാലയമില്ലാതെ വിഷമത്തിലായിരിക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന ഞങ്ങൾ കേൾക്കണമേ. അവരെ ആത്മീയമായി ബലപ്പെടുത്തണമേ എന്നാണ്. ദേവാലയത്തിൽ വരാൻ കഴിയില്ലെങ്കിൽ കർത്താവെ അവർക്ക് ഭവനത്തിൽ ആ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണമേ കർത്താവ്. വേഗം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും പഴയ ഒരു സന്തോഷത്തിൽ ഞങ്ങൾക്ക് ആരാധിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കാനും കർത്താവ്. വീണ്ടും ഒരു കുടുംബമായി ഒരു കത്തീഡ്രൽ ജനത്തിലെ കുടുംബങ്ങൾ ഒരു ജനമായി നിൽക്കുക ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ദൈവം നമുക്ക് വേണ്ടുവോളം വെള്ളം, ദൈവത്തിൻ്റെ ആത്മാവ് പ്രതിവർത്തിച്ചു കൊണ്ടിരുന്ന ജലത്തിൻ്റെ അംശം നമുക്ക് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന കാര്യം നമുക്കറിയാം. ഇതൊന്നും നമ്മുടെ ദോഷത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് കരുതാൻ, നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. എങ്കിലും നമ്മുടെ ആരാധനയ്ക്ക് ഈ സാഹചര്യത്തിൽ ദൈവം നമ്മെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടുന്ന വഴികൾ തുറന്നു തന്നു. നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതിനുള്ള വഴികൾ തുറന്നു തന്നു. യാത്രയിൽ കൂടെ ഇരുന്ന് സഹായിച്ചു. ഭവനത്തിലായിരിക്കുന്നവരെ അങ്ങ് സഹായിച്ചു. രോഗാവസ്ഥയിലാണെങ്കിലും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള നന്മകൾ പ്രദാനം ചെയ്തു. ഞങ്ങളുടെ സഭയിൽ വന്നുകൊണ്ടിരുന്ന പലർക്കും വരാൻ പറ്റാതിരിക്കുന്ന സാഹചര്യമുണ്ട്, ഭീഷണിയുണ്ട്. ഇതിൽ നിന്നെല്ലാം അടിയങ്ങളെ വിമുക്തരാക്കി അടിയങ്ങൾക്കൊരു സഭ നൽകി, ഒരു സഭാ മന്ദിരം നൽകി അടിയങ്ങളെ പരിപോഷിക്കണം. ഞങ്ങൾക്കും അനന്തര തലമുറകൾക്കും ഇവിടെ വന്ന് ദൈവത്തിൻ്റെ രണ്ടാം വരവോളം, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവോളം അടിയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടുന്ന സാഹചര്യം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് ട്രിനിറ്റി, തൃത്വത്തെക്കുറിച്ചാണ്. വിശുദ്ധ തൃത്വത്തെക്കുറിച്ച്. ഈ വിശുദ്ധ തൃത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലതരത്തിലും പല ആശയങ്ങളും പല രൂപങ്ങളും ഒക്കെ ഇതിനകത്ത് ഉരുത്തിരിയാറുണ്ട്. എങ്കിൽ തന്നെയും ഇത് നമ്മുടെ ആത്മീകമായ അന്തരീക്ഷത്തിൽ ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളുടെ ഒരു പങ്കാണ് തൃത്വം എന്ന് പറയുന്നത്. ഇവിടെ തൃത്വ ന്യായ സ്നേഹ സമൂഹം എന്നുള്ളൊരു വാക്യമാണ്, ഒരു വചനമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ തൃത്വ ന്യായറിൽ തൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും സ്നേഹമുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനും വേണ്ടി ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ത്രിയേക ദൈവം എന്ന് ഉള്ളൊരു വാക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അനുഭവിക്കാറുണ്ട്. ഇതിൽ വിവിധങ്ങളായിട്ടുള്ള നിഗൂഢതകളുണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ നിഗൂഢതകൾ എന്താണ് എന്നുള്ളത് ദൈവത്തെ നമ്മൾ അറിഞ്ഞു വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ നിഗൂഢത ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ വിശ്വാസം എന്നത് പ്രത്യേകം ഓർമ്മിക്കുക. നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, നമ്മൾ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു. അതിനകത്ത് യാതൊരു നിഗൂഢതയുമില്ല. ദൈവം നമുക്ക് വേണ്ടുവോളം നമുക്ക് വേണ്ടുന്ന കൃപകൾ നൽകി നമ്മെ പരിപാലിക്കുന്നു എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ഇവിടെ വ്യക്തികൾ തമ്മിലുള്ള ഉറച്ച ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ് ഈ സ്നേഹ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത്. പരസ്പരം തമ്മിൽ, വ്യക്തികൾ തമ്മിൽ ഉറച്ച ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷേ ബന്ധങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിലായിരുന്നാലും ശരി, ഭാര്യ ഭർത്താക്കന്മാരായിരുന്നാലും ശരി, മക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, സഭകൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രൂപത്തിലുള്ള ഒരു ബന്ധം, ഒരുമിച്ചാണെങ്കിൽ പോലും അന്യം നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു ത്രിത്വ ശക്തി
ഒരു തൃത്വ ശക്തി അതിനെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടെ കുടുംബത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളെന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്നും ഇന്ന് മൈക്രോ കുടുംബങ്ങളായിട്ട് മാറിയിരിക്കുന്നു. അന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും മക്കളും കൊച്ചുമക്കളും സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം. അതിനകത്ത് ന്യൂനതകളും പോരായ്മകളും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ന്യൂനതകൾ ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ടാകാം. പക്ഷേ അതിനേക്കാൾ ഉപരി വ്യക്തിബന്ധങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് വളരെ തുച്ഛമായ രൂപത്തിലുള്ള വ്യക്തിബന്ധങ്ങളാണുള്ളത്. എല്ലാവരും ചില അതിർവരമ്പുകൾ, ഓരോ കാര്യത്തിനും അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടല്ല ഒരു സ്നേഹ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ തൃത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം 10-11 ബന്ധപ്പെട്ടതാണ്. അവിടെ ആകാശം പിളർന്ന് ദൈവത്തിന്റെ കാരുണ്യം വർഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ആകാശം പിളരുക എന്ന് പറയുന്നത് മനുഷ്യ ഗോചരങ്ങൾക്ക് സാധ്യമായതാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. സാധ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. കാരണം ആകാശം തുറന്ന് അവിടെ നിന്ന് നോക്കുന്ന ഒരു കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഏത് സാഹചര്യത്തിലാണ് ആകാശം തുറന്നത്? യോഹന്നാൻ സ്നാപകനാൽ യേശുക്രിസ്തു സ്നാനമേറ്റ് കയറുന്ന സമയത്ത് ആകാശം തുറന്നിട്ട് അവിടെ 3 കാര്യങ്ങൾ, തൃത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും മനോഹരമായ ഒരു രംഗം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൃത്വത്തിന്റെ ഉദാത്തമായ രംഗം. അവിടെ പിതാവായ ദൈവത്തിന്റെ ശബ്ദം ഉണ്ടാകുന്നു. ഒന്നാമതായിട്ട് നമുക്ക് അനുഭേദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിതാവായ ദൈവത്തിന്റെ ശബ്ദം. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുന്നു. രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ രൂപം അവിടെ പ്രാവെന്നുള്ള രൂപത്തിൽ വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ പുത്രനിൽ വരുന്നു. പുത്രന്റെ സാമീപ്യം മൂന്നാമത് നമുക്ക് കാഴ്ചയിലും കേൾവിയിലും അനുഭേദ്യമായിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ അവിടെ കേൾക്കുന്നു, പുത്രന്റെ സാമീപ്യം അവിടെ ഉണ്ടാകുന്നു, പരിശുദ്ധാത്മാവിന്റെ വാക്കുകളിലൂടെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിലൂടെ പ്രാവെന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് മൂന്നും അവിടെ ഒരുമിച്ച് സന്ധിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഈ ഒരു ത്രിത്വമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ ഇന്നും എന്നും നിലനിൽക്കേണ്ടെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇതിന് ആകാശം പിളർന്ന് മനുഷ്യന് വേണ്ടിയിട്ട് ഭൂമിയിൽ വന്ന ക്രിസ്തു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി നമ്മോടൊപ്പമായി തീർന്ന ക്രിസ്തു ഇന്ന് മനുഷ്യരിൽ ഒരുവനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. യേശുവിന്റെ മരണസമയത്ത് യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല 2 കീറിപ്പോയി. അതിന് സമാനമായ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടായി. യേശു ക്രിസ്തുവിന്റെ സ്നാന സമയത്തും അതുപോലെ ദൈവവും മനുഷ്യനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടായി. ആ തിരശ്ശീല എങ്ങനെ കീറി? പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനും ദൈവത്തിനും ഇടയ്ക്കുള്ള ഒരു അകൽച്ച മാറ്റുന്നതിന് വേണ്ടി അവിടെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ ഒരു വാതിലാണ് അവിടെ തുറന്നതെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. പുതിയൊരു വാതിൽ അവിടെ തുറന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അടഞ്ഞു എന്ന് തോന്നുന്ന പല തരത്തിലുള്ള വാതിലുകളും നമുക്ക് തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അത് ദീർഘകാലം അടഞ്ഞു തന്നെ കിടക്കുമെങ്കിലും ഒരു നാൾ അത് തുറക്കുമെന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദേവാലയം അടഞ്ഞു കിടക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഒരു ദിവസം നമുക്ക് ആ ദേവാലയം തുറന്നു കിട്ടുമെന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ഈ മഴയത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവത്തോട് സ്തോത്രം ചെയ്യാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് നമുക്ക് തരുന്ന വലിയൊരു അനുഭവമായിരിക്കും. ആർക്കും ലഭിക്കാത്ത ഒരു അനുഭൂതിയുമായിരിക്കും. പ്രത്യേകം ഓർമ്മിക്കുക, AC റൂമുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ദൈവത്തോട് കൂടുതൽ ബന്ധം ഈ പറഞ്ഞ മഴയത്ത് തന്നെ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നത് ലഭിക്കുന്നുണ്ട്. തുടർന്നും നമ്മളങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. നമുക്ക് വേണ്ടിയിട്ട് ദൈവം തന്നിട്ടുള്ള നന്മകളിൽ ഒരു ഭാഗം തന്നെയാണിത്. ഇതുപോലും ലഭിക്കാതെ എത്രയോ സമയങ്ങളിൽ അവർ ചെലവഴിക്കുന്നുണ്ട്. അവർക്ക് പള്ളിയിലോട്ടോ അല്ലെങ്കിൽ ഒരിടത്തോ ചെന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവരുടെ ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കൊരു സന്തോഷം, മാനുഷികമായ ഒരു സന്തോഷം, ഒരു സമാധാനം എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഈ തുറന്ന പുതിയൊരു വാതിൽ, ആ വാതിലിലൂടെ നമുക്ക് അകത്ത് കടക്കാനും
പുറത്തു വരാനും മേച്ചിൽ കണ്ടെത്താനും സാധിക്കുമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അകത്ത് കടക്കാനും പുറത്തു വരാനും മേച്ചിൽ കണ്ടെത്താനും എല്ലാം ഉള്ള ഒരു അനുഭവം ദൈവം നമുക്ക് തരുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി രണ്ടാമതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തില് 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം നമ്മുടെ പഴയ നിയമ വേദഭാഗമായിട്ട് എടുത്തു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതില് നമുക്കറിയാവുന്ന അബ്രഹാം പിതാവും സാറ എന്ന മാതാവും വളരെ വാർദ്ധക്യത്തിലായി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. 100 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ പുള്ളിയുടെ ശാരീരികമായ രീതി എങ്ങനെയായിരിക്കും? മുടിയെല്ലാം നരച്ച് തൊലിയെല്ലാം ചുളുങ്ങി വരേണ്ട ഒരവസ്ഥയിൽ സാറയോടൊപ്പം കഴിയുന്ന 90 വയസ്സുള്ള സാറയോടൊപ്പം കഴിയുന്ന ഒരവസ്ഥ. അവർക്കെല്ലാം ഉണ്ട്. സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ജോലിക്കാരുണ്ട്, ആടുമാട് സമ്പത്തുകളുണ്ട്, ദൈവം കൊടുത്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. പക്ഷേ അവരൊരു കാര്യത്തിൽ മാനസികമായിട്ട് തകർന്നവരാണ്. അവർക്ക് മക്കളില്ല. പക്ഷേ ദൈവം അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, മക്കളെ തരാം, നിനക്ക് ഒരു പ്രജയെ തരും. അതിനു വേണ്ടിയിട്ട് അവരെ കാത്തിരുന്നു. പക്ഷെ അവരുടെ ആശ നിരാശയായിട്ട് മാറിയതല്ലാതെ അവർക്ക് അവരുടെ മനസ്സിനകത്ത് എല്ലാം ഒരു വിശ്വാസം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി എന്നല്ലാതെ മറ്റൊരു രൂപം അവർ ചിന്തിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നത്. 3 പേര് അതുവഴി നടന്നു വരുന്നു. ആ നടന്നു വരുന്ന 3 വ്യക്തികളെ അബ്രഹാം പിതാവിന് അറിഞ്ഞുകൂടാ, ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. അവർ നടന്നു വന്ന് അവരുടെ സമീപത്തോടു കൂടി ഈ മമ്രയുടെ തോപ്പിൽ അതുവഴി നടന്നു പോകുന്ന സമയത്ത് ആരോ എന്തോ ഒന്നും അറിയുന്നില്ല. പക്ഷേ അബ്രഹാം പിതാവ് ആ മനുഷ്യരെ വിളിച്ചത് യജമാനനെ എന്നാണ്. ഏകവചനത്തിലാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യജമാനനെ, യജമാനന്മാരെ എന്ന് വിളിച്ചിട്ടില്ല. 3 പേര് വന്നപ്പോൾ അതിൽ ഒരാളിനെ യജമാനായിട്ട് കണ്ട് അബ്രഹാം പിതാവ് വിളിക്കുന്നു, യജമാനനെ ഇവിടെ ഇരുന്ന് അല്പം വിശ്രമിച്ചിട്ട് പോകാം. ഞാൻ അതോടൊപ്പം തന്നെ അല്പം വെള്ളം കൊണ്ടുവന്ന് അങ്ങയുടെ കാല് കഴുകാം. ഈ മരത്തിന്റെ ചുവട്ടിലിരുന്നൊന്ന് തണൽ കൊള്ളുക, ഒന്ന് വിശ്രമിക്കുക. ഏറ്റവും സന്തോഷകരമായ ഒരു പ്രകൃതിയെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് അതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് വിശ്രമിക്കാൻ പറ്റുന്ന തണലുണ്ട്, കാറ്റുണ്ട്. അവിടെ ഇരുന്ന് വിശ്രമിക്കുക. പക്ഷേ അബ്രഹാം അവിടെ കൊണ്ട് തീർക്കുന്നില്ല. വളരെ ധൃതിയില് ഞാൻ അല്പം മാവെടുത്ത് അല്പം അപ്പം ഉണ്ടാക്കി ഞാൻ തരാം, അതിവിടെ കഴിച്ചിട്ട് പോകണം. കാരണം ദൂരെ വഴി നടന്നു വന്നതാണ്, ക്ഷീണിച്ച് കാണും, വിശപ്പ് കാണും. ഇതെല്ലാം മാറ്റി സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ അടുത്ത് വന്നതല്ലേ, ഒരുമിച്ച് ആഹാരം കഴിച്ചു പോകാം എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ. ഇത് കഴിഞ്ഞിട്ട് മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു നല്ല ഒരു കാളക്കുട്ടിയെ, നല്ല തുടുത്ത ഒരു കാളക്കുട്ടി, നല്ല വിളവൊത്ത ഒരു കാളക്കുട്ടി, അതിനെ പിടിച്ച് ജോലിക്കാരനെ ഏൽപ്പിക്കുന്നു. ഇതിനെ പെട്ടെന്ന് പാകം ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ആ പാകം എന്ന് പറയുന്നത് വളരെ യജമാനൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന രീതിയിലുള്ള ഒരു പാകം ചെയ്യലാണ്. ഏറ്റവും സമ്പുഷ്ടമായ രൂപത്തിൽ വളർന്നു വന്നിരുന്ന ഒരു കാളക്കുട്ടിയെ തന്നെയാണ് അറുത്ത് ആഹാരത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. എന്നിട്ട് ആഹാരം കൊടുത്ത് തൃപ്തിയാക്കി സന്തോഷത്തോടുകൂടി പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഇവിടെ മൂന്നാമതൊരു കാര്യം കൂടെ, അതായത് ഒന്നാമത് പറയുന്നത് യജമാനെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി വിളിക്കുന്നു. രണ്ടാമത് അവർ അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചു സന്തോഷത്തോടുകൂടി. മൂന്നാമത് അവിടെ ഒരു ബന്ധമുണ്ടായി. ഈ പറഞ്ഞ ഈ സാഹചര്യത്തിനകത്ത്, ഇത്രയും സമയത്തിനകത്ത് അവർ തമ്മിലൊരു ബന്ധമുണ്ടായി. കാരണം ഈ വന്ന യജമാനന്മാരും, അദ്ദേഹം അബ്രഹാം വിളിക്കുന്ന യജമാനെ എന്നാണ്, പക്ഷെ കൂടെ ഉണ്ടായിരുന്ന 2 പേരും ഉൾപ്പെടെ അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നു. ഇവിടെ സമ്പുഷ്ടമായിട്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇനി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ഞങ്ങൾ അടുത്ത വർഷം ഇവിടെ തിരിച്ചു വരുമ്പോൾ ഒരു കുഞ്ഞുണ്ടാകും നിങ്ങൾക്ക്. എത്ര സന്തോഷകരമായ ഒരവസ്ഥ. പക്ഷേ സാറയ്ക്കത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും കഴിഞ്ഞില്ല. ഈ വാർദ്ധക്യകാലത്തിൽ എനിക്കൊരു കുഞ്ഞോ, സ്ത്രീകൾക്കുള്ള മുറകളെല്ലാം തെറ്റിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഇത്രയും പ്രായമുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു കുഞ്ഞ് ലഭിക്കുകയോ, മനസ്സുകൊണ്ടൊന്ന് ചിരിച്ചു. പക്ഷേ ആ മനസ്സിനെ വായിച്ച ആ യജമാനൻ പറയുന്നു, നീ ചിരിച്ചു, നീ സംശയത്തോടു കൂടി നീ ചിരിച്ചു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പല്ലുറുക്കി
ചിരിച്ചില്ല എന്ന് ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് സാറ ശ്രമിച്ചുവെങ്കിലും ആ പാപം അതിൽ നിന്നും വിടുവിച്ചു കൊടുത്തതിന് ശേഷം പറയുന്നു, ഇല്ല, നിനക്ക് സന്തോഷത്തോടുകൂടി അടുത്ത വർഷം ഒരു കുഞ്ഞിനെ ഈ സമയത്ത് താലോലിക്കാൻ കഴിയും. അവിടെ തൃത്വത്തിന്റെ മാഹാത്മ്യം നമുക്ക് വീണ്ടും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ക്രിസ്തു ജഡമായി തീർന്നു. പിതാവ് പുത്ര പരിശുദ്ധാത്മാവില് ആ പുത്രൻ നമ്മുടെ മുമ്പിൽ ജഡമായിട്ട് തീർന്നു എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആ ജഡമാണ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്, കഷ്ടത അനുഭവിച്ചത്, മരിച്ചവരിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. അവിടെ ഒരു തൃത്വത്തിന്റെ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കിടന്ന് മരിച്ചു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കി ഒരു സ്നേഹ സമൂഹം സൃഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരോടൊപ്പം ഇറങ്ങി വന്നു. ക്രിസ്തു ജനമായി തീർന്ന് നമ്മൾ ദാനം ചെയ്യുന്നു എന്ന് എല്ലാവരുടെ മുമ്പിൽ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള സ്നേഹ സമ്മാനങ്ങളല്ലേ കൊടുക്കുന്നത്? ഇതാണോ ദൈവം പറഞ്ഞിട്ടുള്ളത്, നിന്റെ വലത്തെ കൈ ചെയ്യുന്നത് ഇടത്തെ കൈ അറിയണ്ട? അപ്പോൾ ഇവിടെ ചെയ്യുന്നത് അങ്ങനെയല്ല. 10 ബുക്ക് കൊടുക്കുമ്പോഴേക്കും വീഡിയോ എടുക്കണം, 10 പത്രക്കാരെ വിളിക്കണം. അതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഭാഗം എന്നാണ് ഓരോരുത്തരും പറയുന്നത്. അങ്ങനെയാണ് അവർ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല ക്രിസ്തീയ ധർമ്മം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടെ ഈ സ്പിരിച്വലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടി വരും, പണം നമ്മൾ വിനിയോഗിക്കേണ്ടി വരും. പക്ഷേ അത് എന്തിനാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി തന്നെ ചെയ്യണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടെ ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മയാണ് വിശുദ്ധ തൃത്വത്തിലൂടെ ദൈവം നമുക്ക് സംഭാവന ചെയ്യുന്നത്. വിശുദ്ധ കൂട്ടായ്മ. ആ കൂട്ടായ്മ ഇന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് കൂടി വന്നിട്ട് പരസ്പരം കലഹിക്കുകയും പരസ്പരം പിണങ്ങുകയും പള്ളിയിടിക്കുകയും ചെയ്യുന്ന ആ ഒരു സുവിശേഷ പ്രവർത്തനമല്ലേ ഇന്ന് നടക്കുന്നത്? എത്രയോ സഭകൾ ഇന്ന് ഇല്ലാതെയായിരിക്കുന്നു. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര സഭകൾ അന്നുണ്ടായിരുന്നു, ഇന്ന് എത്രയായിട്ട് ചുരുങ്ങി. അവിടെ സുവിശേഷം പറയുന്നതിന് വേണ്ടുന്ന സാഹചര്യവും സൗകര്യവും ഇന്നുണ്ടോ? അത് ഇല്ലാതാക്കുന്നത് ആരാണ്? നമ്മുടെ നാട്ടില് അതിനുള്ള സുവിശേഷീകരണത്തിനുള്ള ദോഷം ചെയ്യുന്നത് ആരാണ്? നമുക്ക് ചിന്തിച്ചാൽ അറിയാം, നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ, നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നത്. അപ്പോൾ ദൈവിക സ്നേഹം നിലവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കൃപകളും തന്ന് നമ്മയും പരിപാലിക്കും, പരിപോഷിപ്പിക്കും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഈ തൃത്വ ഞായറിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ക്രിസ്തുവിനോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നതിനുള്ള, എന്നോട് ചേർന്ന് നടക്കുന്നതിനുള്ള, അതായത് ക്രിസ്തുവിന്റെ 2 ശിഷ്യന്മാര് മാനസികമായിട്ട് വിഷമിച്ച് ഒറ്റപ്പെട്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർ മടങ്ങി പോകുന്ന സാഹചര്യത്തിൽ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാവുന്നതാണ്. അവിടെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മ ഇന്ന് എവിടെയാണ്? ഇന്ന് ഒരുമിച്ച് ഭക്ഷിക്കുമ്പോഴും ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഭാവിന്റെ പക്ഷക്കാരൻ എന്ന് വേദോസ്തം നമ്മെ സൂചിപ്പിക്കുന്നത് പോലെ വിഭാഗീയത വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ക്രമമാണ് ഇന്നുള്ളത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ക്രിസ്തു വിഭാവന ചെയ്തിട്ടുള്ള ത്രിയേക ദൈവത്തിന്റെ ആ ഒരു സ്നേഹ സമൂഹം നമ്മുടെ ഇടയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് 510-ാമത്തെ പാട്ട് പാടി ഇന്നത്തെ യോഗം അവസാനിപ്പിക്കാം. 510-ാമത്തെ പാട്ട് പാടാം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്,
കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേകും യോഗ്യം മല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനോ മുൾമുടി നൽകിയ ലോകമേ, നീതരും പേരെനിക്കെന്തിനായി. നാഥനോ മുൾമുടി നൽകിയ ലോകമേ, നീതരും പേരെനിക്കെന്തിനായി. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാനോടുമാ, നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാനോടുമാ, നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നെ നേടിയ സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ. എന്നെ നേടിയ സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലോടും തന്നേകം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലോടും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻകരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും. നന്മയെ തൻകരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച ദിവസം രാവിലെ അടിയങ്ങൾക്ക് അങ്ങയുടെ മുമ്പാകെ വന്ന് മുട്ടുകുത്തുന്നതിന് അങ്ങ് കൃപ ചെയ്തുവല്ലോ. ദൈവമേ, അടിയങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പാട്ടുപാടാനും വേദപുസ്തകം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവവചനം കേൾക്കുന്നതിനുമുള്ള അനുഗ്രഹം അങ്ങ് പ്രദാനം ചെയ്തു. അടിയങ്ങൾ ബലഹീനരാണ്. അടിയങ്ങളെ ശക്തീകരിച്ചിരിക്കുന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് ഒരു സഭാമന്ദിരം വേണം. ദീർഘകാലമായി അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, 12 വർഷങ്ങൾക്ക് മുമ്പ് ആരാധിച്ചിരുന്ന സഭാമന്ദിരം ദൈവമേ അർദ്ധരാത്രിയിൽ ഇടിച്ചു കളഞ്ഞു. 2 വർഷത്തിന് ശേഷം അടിയങ്ങൾക്ക് തൽക്കാലത്തേക്ക് ആരാധിക്കാനൊരു സഭാമന്ദിരം കിട്ടിയെങ്കിലും ഉന്നത ഭാരവാഹികൾ അതിൽ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞ് അടിയങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ്. ദൈവമേ, അങ്ങ് അടിയങ്ങളോട് കൺപാർത്ത് അടിയങ്ങളുടെ ബലഹീനത കണ്ട് മനസ്സലിഞ്ഞ് ദൈവമേ അടിയങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് തുടർന്നും പ്രാർത്ഥിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നശിപ്പിച്ച് കളഞ്ഞ ആ സ്ഥലത്ത് തന്നെ ഒരു ദേവാലയം അടിയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, അടിയങ്ങളുടെ തലമുറകൾക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവമേ
ഏറ്റവും മനോഹരമായി സന്തോഷകരമായി ദൈവത്തെ കൈയടിച്ച് പാടി സ്തുതിക്കുന്ന വലിയൊരു മന്ദിരമാക്കി അങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ. ദൈവമേ, മഹായിടവ ഭാരവാഹികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള എല്ലാ സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മഹായിടവയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വിദ്യാലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതൊരു അനുഗ്രഹമായിട്ട് തീരുന്ന ഞങ്ങൾ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദര ശുശ്രൂഷാ കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് തൃക്കൺ പാർക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വരുന്ന ഇലക്ഷനിൽ ദൈവനീതി വെളിപ്പെടുന്നതിന് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദീർഘകാലം അങ്ങയുടെ വരവോളം നിലനിൽക്കുന്ന വലിയൊരു സഭാ സമൂഹമായിട്ട് തീരുന്നതിന് ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രവൃത്തങ്ങൾ ക്ഷമിക്കണമേ. യാചിച്ചതിലധികം നന്മകളാൽ നിറയ്ക്കണം പരമപിതാവേ. ആമേൻ. ആശീർവാദം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെടുവിൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിക്കുവിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. പരിശുദ്ധാത്മാവ് ശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. പിതാ, പുത്ര, പരിശുദ്ധാത്മാവിൽ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയ യഹോവയേ, മനസ്സലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ.